ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയുടെ 3-ാം ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ദിവസത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന സംഘടന ഇവിടെ ഒരു സ്റ്റോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോളിന്റെ പ്രവർത്തനങ്ങൾ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് ചോദിക്കും. ജില്ലയുടെ ഉപാധ്യക്ഷയാണ് ഞാൻ. പിന്നെ ഇന്നലെ രാത്രിയിൽ 8 മണിയായപ്പോൾ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം. കഴിഞ്ഞ വർഷത്തെക്കാളും നല്ല രീതിയിൽ ഇപ്പം നമ്മൾ നടത്തുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും. ഇതൊരു ഇൻഫർമേഷൻ സെൻ്ററാണ്. നമ്മൾ പൊതുജനങ്ങൾക്ക് അവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഇവിടെ ബസ്സിൻ്റെ സൗകര്യം, ട്രെയിനിൻ്റെ സൗകര്യം, പിന്നെ അവരുടെ താമസം എവിടെയൊക്കെ ഉണ്ട്, അങ്ങനെ ഏത് നടയിൽ ഏത് വഴി കയറണം, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഭക്ഷണശാല എങ്ങനെ ഉപയോഗിക്കണം, എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് തന്നെയാണോ അമ്മ ഇവിടെ പ്രധാനപ്പെട്ട? എത്രയോ വർഷങ്ങളോട് ഇടുവാണ്, ഇപ്പോഴും ഇടുന്നുണ്ട്. ഞങ്ങൾ ഇതിലെ പിന്നെ മെമ്പേഴ്സാണ്. പിന്നെ ഇവർ വിളിക്കുന്ന സേവനങ്ങൾക്ക് ഞങ്ങൾ വരാറുണ്ട്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഞങ്ങളുടെ ശിവരാത്രിയുടെ ഞങ്ങളുടെ ഭക്ഷണം വിളമ്പൽ ഞങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവച്ചുന്ന സേവനങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ സ്വന്തം സ്ഥലം ചേർത്തല, ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ്. ഞാൻ ഇവിടുത്തെ അമ്മയുടെ വലിയൊരു ഭക്തയാണ്. ദേവീ ശരണം. വർഷങ്ങളായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഞങ്ങൾ അംഗങ്ങളാണ്. അതുകൂടാതെ ഞങ്ങൾ നാരായണീയം ഒരു ഗ്രൂപ്പാണ്. ഞങ്ങളുടെ ആചാര്യയാണ് ഇത്. അപ്പോൾ ഞങ്ങൾ നാരായണീയം, ദേവിമാഹാത്മ്യം അതുപോലുള്ള പുരാണങ്ങളെല്ലാം പാരായണം ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സേവനങ്ങൾ ഞങ്ങളെ കൊണ്ടാകുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ അമ്മയുടെ ഒരു നടയിൽ ഇങ്ങനെ ഒരു സേവനം ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. എന്ത് ഇൻഫർമേഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആളുകൾക്ക് യാത്രാ സൗകര്യം, ബസ് എവിടെ കിട്ടും, എങ്ങോട്ട് പോകണം, പല ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. ആർക്കും ഒന്നും അറിയില്ല. അമ്മയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് ഇങ്ങ് വരും. ബാക്കിയെല്ലാം അവിടെ ചെന്ന് നമുക്ക് ചോദിക്കാം. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾ പറയുമ്പോഴേക്കും കുറച്ചുകൂടി അവർക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം, ഒരു അടുപ്പം തോന്നും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എല്ലാ വിവരങ്ങളും നമുക്കറിയാവുന്ന മാക്സിമം വിവരങ്ങൾ ചോദിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം, വെള്ളം കുടിക്കാം, തലകറങ്ങുന്നു, അങ്ങനെ പല കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നതിനെല്ലാം ഞങ്ങൾ സഹായം ചെയ്യാനായിട്ടൊരു സന്നദ്ധ സേവനമായിട്ട് ഞങ്ങൾ നിൽക്കുന്നു. വലിയ സന്തോഷം. അനേകായിരം ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ആറ്റുകാൽ എന്ന പുണ്യക്ഷേത്രത്തിൽ ഒട്ടനവധി സേവനങ്ങൾ ഒരുമിച്ച് ചെയ്യാനായി ക്ഷേത്ര സംരക്ഷണ സമിതി ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്, വെടിവഴിപാട് നടത്തുന്നതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവരുടെ സേവനം ഇവിടെ എത്തിയെത്തുന്ന ഭക്തജനങ്ങൾക്ക്, ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, വ്യത്യസ്തമായ ഒരു സർവീസ് മാത്രമല്ല, ഒട്ടനവധി സർവീസ് എന്ന ഏറ്റവും മഹത്തായ ഒരു കർമ്മത്തിലേക്ക് കടക്കുന്ന ക്ഷേത്ര സംരക്ഷണ സമിതി മുൻകാല പ്രവർത്തനങ്ങളും എല്ലാം മാനിച്ചുകൊണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അമ്മേ ശരണം, ദേവീ ശരണം.